ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 2040 ഡിജിറ്റൽ AI ട്രാൻസ്ഫോർമേഷൻ ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മൈക്രോസോഫ്റ്റ് AI ടെക്നോളജീസുമായി ചേർന്ന് മെർജ് സിസ്റ്റംസ് സർക്കാർ കമ്പനിയായ ഒമാൻ ടെല്ലുമായി കരാറിൽ ഏർപ്പെട്ടു. ഒമാനിലെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും വിപ്ലവകരമായ രീതിയിൽ മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് അത്യാധുനിക AI സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തി ഈ മേഖല പരിഷ്കരിക്കുന്നത്. ഇൻഫോപാർക്ക് ചേർത്തല ക്യാമ്പസിലാണ് മെർജ് സിസ്റ്റത്തിൻ്റെ ആസ്ഥാനം. പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കൽ, ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തൽ, നൂതന ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കൽ മുതലായവയാണ് ഈ കരാറിലൂടെ ഒമാനും മെർജും ലക്ഷ്യമിടുന്നത്. ഒമാൻ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽവൽക്കരിക്കും. പേപ്പർ രേഖകൾ, ഡിജിറ്റൽ രേഖകൾ എന്നിവ ഓർഗനൈസ്ഡ് ഡാറ്റ രൂപത്തിലേക്ക് മാറ്റും. ഇതിലൂടെ ബിസിനസ് ആവശ്യങ്ങൾ ഏറെ ലളിതമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മനുഷ്യ വിഭവശേഷി ഉപയോഗം പരിഷ്കരിക്കും. അഭിമുഖമടക്കമുള്ള കാര്യങ്ങൾ AI അവതാർ ടൂൾ ഉപയോഗിച്ചാണ് ചെയ്യുക. ഒമാൻ ടെല്ലിൻ്റെ ഇൻ്റർനെറ്റ് ശൃംഖല മെച്ചപ്പെടുത്തുന്നത് വഴി അതിവേഗ ഇൻ്റർനെറ്റും സാധ്യമാക്കും. ഒമാനി പ്രൊഫഷണലുകളെ AI സാങ്കേതികവിദ്യയിൽ പരിശീലനം നൽകും. ദാഖിലിയ ഗവർണറേറ്റിലെ ആദം വിലായത്തിൽ എതിർദിശയിൽ വാഹനമോടിച്ച പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെറ്റായ ദിശയിൽ വാഹനമോടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ മാസം സൊഹറിന് സമീപം ലിവ റൗണ്ടബൌട്ടിൽ എതിർദിശയിൽ വാഹനമോടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മലയാളി ഉൾപ്പെടെ 3 പേർ മരണപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൃശൂർ സ്വദേശി സുനിൽ കുമാറാണ് അന്ന് മരണപ്പെട്ട മലയാളി. മറ്റ് 2 പേർ സ്വദേശികളായിരുന്നു. ട്രക്ക് ഉൾപ്പെടെ 11 വാഹനങ്ങളാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. അപകടം സൃഷ്ടിച്ച ട്രക്ക് ഡ്രൈവർ പ്രവാസിയായിരുന്നു. ഇയാൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ ഷംസിലുണ്ടായ വാഹനാപകടത്തിൽ 3 സ്വദേശികൾ മരണപ്പെട്ടു. ശനിയാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. അതേസമയം കാർ താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം സംഭവിച്ചത്. പോലീസ് അധികൃതർ അപകട സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മസ്കറ്റ് കോഴിക്കോട് സെക്ടറിൽ ഒമാൻ എയർ പ്രഖ്യാപിച്ച അധിക സർവീസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. വിവിധ അന്താരാഷ്ട്ര സെക്ടറുകളിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കുമെന്ന് ദേശീയ വിമാന കമ്പനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 3 മുതൽ കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ 11 സർവീസുകൾ വീതം നടത്തും. ഇന്ത്യൻ സെക്ടറുകളിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് അധിക സർവീസുകളുള്ളത്. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ജൂൺ 3 മുതൽ പ്രതിവാരം 11 സർവീസുകൾ നടത്തും. നിലവിൽ ആഴ്ചയിൽ 7 സർവീസുകളാണുള്ളത്. മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഓരോ സർവീസ് വീതവും ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ 2 സർവീസുകൾ വീതവും നടത്തും. വരുന്ന വേനലവധിക്കാലത്തും ബലിപെരുന്നാളിനും നാട്ടിലേക്ക് പോകാനിരിക്കുന്ന മലബാർ മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും. തുടർച്ചയായി സർവീസുകൾ റദ്ദാക്കപ്പെടുകയും യാത്രക്കാരെ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന് പകരം മറ്റ് വിമാനങ്ങളെ ആശ്രയിക്കുകയാണ് നിലവിൽ പ്രവാസികൾ. ഈ ഘട്ടത്തിൽ ആരംഭിക്കുന്ന അധിക സർവീസുകൾ യാത്രക്കാർക്കേറെ ആശ്വാസമാണ്. കോഴിക്കോട് ഉൾപ്പെടെ സർവീസുകളുടെ ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ ദേശീയ വിമാന കമ്പനി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് പുറമെ യൂറോപ്യൻ നഗരങ്ങളിലേക്കും തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുമാണ് അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാങ്കോക്കിലേക്ക് ജൂലൈ 1 മുതൽ ആഴ്ചയിൽ 14 സർവീസുകളും, ഫുക്കറ്റിലേക്ക് ജൂൺ 3 മുതൽ 7 സർവീസുകളും, ക്വാലാലംപൂരിലേക്ക് ജൂലൈ 6 മുതൽ 5 സർവീസുകളും നടത്തും. സൻസിബാറിലെ ദാറുൽ സലാം സെക്ടറിലേക്ക് ജൂലൈ 1 മുതൽ 6 സർവീസുകളും, മിലാനിലേക്ക് ജൂലൈ 7 മുതൽ 4 സർവീസുകളും നടത്തും. നിലവിൽ സർവീസില്ലാത്ത സൂറിച്ചിലേക്ക് ഒക്ടോബർ 5 മുതൽ പ്രതിവാരം 3 സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ ബലിപെരുന്നാൾ ജൂൺ 16 അയക്കുമെന്ന് ജ്യോതിശാസ്ത്ര വിദഗ്ധർ. സൗദി അറേബ്യയിൽ അറഫ ദിനം ജൂൺ 15-നും ബലിപെരുന്നാൾ ജൂൺ 16-നും അയക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുപ്രകാരം ഒമാനിൽ ബലിപെരുന്നാൾ പൊതു അവധി ദിവസങ്ങൾ ജൂൺ 16 ഞായറാഴ്ച മുതൽ 20 വ്യാഴാഴ്ച വരെയാകാനും സാധ്യതയുണ്ട്. വാരാന്ത്യ അവധി കൂടി കഴിഞ്ഞ് ജൂൺ 23-നായിരിക്കും പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുക എന്നും ഒമാൻ ഒബ്സർവർ റിപ്പോർട്ട് ചെയ്തു. ദേശീയ സ്ഥിതിവിവര കേന്ദ്രം ഉപഭോക്തൃ ആത്മവിശ്വാസ സർവേയുടെ 42ാം ഘട്ടം ഇന്ന് ആരംഭിക്കും.
രാഷ്ട്ര സമ്പദ്ഘടനയുടെ പ്രധാന അളവുകോലായ ഉപഭോക്തൃ വികാര സൂചിക കണക്കാക്കുന്നതിനാണ് സർവേ. ഒമാനിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പൗരന്മാർക്കിടയിലെ സംതൃപ്തിയുടെ തോത് കണക്കാക്കാൻ മൊബൈൽ ഫോൺ വഴിയാണ് സർവേ സംഘടിപ്പിക്കുക. നാണ്യപ്പെരുപ്പം, വിലവിവരങ്ങൾ, നിക്ഷേപ അന്തരീക്ഷം, സാമ്പത്തിക നയങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ പ്രതിഫലിക്കുന്നതാണ് സമ്പദ്ഘടന. ഒരു വർഷത്തെ സാമ്പത്തിക പുരോഗതിയെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും അളക്കും. ദാഖ്ലിയ ഗവർണറേറ്റിൽ കടകളിലും ഇന്ധന കേന്ദ്രങ്ങളിലും മോഷണം നടത്തിയ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അറബ് രാജ്യക്കാരായ 2 പ്രവാസികളാണ് പിടിയിലായത്. വിവിധ സ്ഥലങ്ങളിലായി 19 മോഷണങ്ങളാണ് പ്രതികൾ നടത്തിയത്. ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ അറസ്റ്റിലാവുകയായിരുന്നു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ വടക്കൻ ഗാസയിലെ ജബാലിയ ഇസ്രായേൽ സേന തകർത്തെറിഞ്ഞു. 20 ദിവസത്തെ അതിക്രൂരമായ ആക്രമണത്തിനൊടുവിൽ ഇസ്രായേൽ സൈന്യം ജബാലിയയിൽ നിന്നും പിന്മാറി. അഭയാർത്ഥി ക്യാമ്പിന്റെ 70% ദുരന്തഭൂമിയാക്കി മാറ്റിയാണ് ഇസ്രായേലിന്റെ പിന്മാറ്റം. 1000-ലേറെ വീടുകളാണ് ഇവിടെ തകർന്നത്. പ്രദേശത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ജബലിയയിൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയത്. 200-ലേറെ വ്യോമാക്രമണങ്ങളാണ് ഇവിടെ നടത്തിയത്. ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ ജബലിയയിൽ 100,000-ത്തിലധികം പേരാണ് കഴിഞ്ഞിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും 1948-ലെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭയാർത്ഥികളായെത്തിയ ഫലസ്തീനികളുടെ പിന്മുറക്കാരാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ ഇല്ലാതായതായി സിവിൽ ഡിഫൻസ് വക്താവ് അറിയിച്ചു. ജബാലിയയിൽ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടതായും ആക്രമണം ഗാസയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടുതൽ ശക്തമായ രീതിയിൽ വ്യാപിപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അതേസമയം ഗാസയുടെ തെക്കൻ നഗരമായ റഫേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. 8ാം മാസത്തിലേക്ക് കടക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിൽ ഇതുവരെ 36,284 പേരാണ് കൊല്ലപ്പെട്ടത്. വളരെ പരിമിതമായ രീതിയിലുള്ള സഹായങ്ങൾ മാത്രമാണ് ഗാസയിൽ എത്തുന്നതെങ്കിലും അത് ആളുകളിലേക്ക് എത്തുന്നില്ലെന്നും UN പറഞ്ഞു. ഗാസയിൽ മാനുഷിക സാഹചര്യം വളരെ മോശമായി തുടരുകയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അറിയിച്ചു. ലബനാന്റെ തെക്കൻ നഗരമായ നെക്വറയിൽ ആംബുലൻസ് ഇടിച്ച് ഡോക്ടർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തകർ അറിയിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗസയിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള നിരോധനം ഇസ്രായേൽ പിൻവലിച്ചതായാണ് റിപ്പോർട്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തെ തുടർന്ന് 57 മരണം. ഡൽഹി, ബീഹാർ, ഒഡീഷ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഉഷ്ണതരംഗവും ഇതേ തുടർന്നുള്ള മരണവും റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ മരണം.